നിമിഷങ്ങൾക്കകം നമ്മൾ ഏവരും വളരെ ആകാംക്ഷയോടെ കാത്തിരുന്ന സൗത്ത് എൻഡർ ഷോ ഉടനെ ആരംഭിക്കുന്നതാണ്. കഴിഞ്ഞ 23 വർഷങ്ങളായി തകർത്തുകൊണ്ടിരിക്കുന്ന ഈ എയർ ഷോ കാണുവാൻ ആയിരക്കണക്കിന് ബ്രിട്ടീഷ് ജനതകളും നമ്മുടെ മറ്റ് സഹോദരന്മാരും ഇവിടെ അണിചേർന്നിരിക്കുകയാണ്. ഈ ബീച്ചിൽ നിങ്ങൾക്ക് കാണാം ആയിരക്കണക്കിന് ആൾക്കാർ തരിച്ചു കൂടിയിട്ടുണ്ട്. ഇപ്പോൾ തന്നെ നമ്മുടെ ഷോ ആരംഭിക്കുകയാണ്. ഈ ഷോയിലേക്ക് നിങ്ങളെ ഏവരെയും ഞാൻ സഹൃദമായി സ്വാഗതം ചെയ്തുകൊള്ളുന്നു. ഇതാ അവർ വന്നുകൊണ്ടിരിക്കുകയാണ്. പാരച്യൂട്ടിൽ നിന്നും താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. മനോഹരമായ സീനാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സൗത്ത് എൻഡ് ബീച്ചിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി മിസ്റ്റർ ജോസ് കലേഷ്യസ് ഇപ്പോൾ റിപ്പോർട്ടുമായി ലൈനിലുണ്ട്. ജോസ് കലേഷ്യസ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? അത് കുറച്ച് ആൾക്കാർ എന്താണെന്ന് അറിഞ്ഞുകൂടാ. അതിനകത്ത് നിന്നിട്ട് എടുത്ത് പുറത്തോട്ട് ചാടി. ഭാഗ്യത്തിൽ അവരുടെ കയ്യിൽ മറ്റേ പാരച്യൂട്ടുണ്ടായിരുന്നു. അവര് ചാടി താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. സുഹൃത്തുക്കളെ, ഏതാനും നിമിഷങ്ങൾക്കകം അവർ മിക്കവാറും കടലിൽ വന്ന് ബുക്കും കുത്തി വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ഞങ്ങൾ ഇവിടെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. ആയിരക്കണക്കിന് ആൾക്കാർ ഇവിടെ കൂടിയിട്ടുണ്ട്. ഈ കടൽ തീരത്ത് കൂടിയിട്ടുണ്ട്. എല്ലാവരും വളരെ ആകാംക്ഷയോട് കാത്തിരിക്കുകയാണ്. അവർ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയും വേഗം തലയും കുത്തി വന്ന് വെള്ളത്തിൽ വീഴാൻ വേണ്ടി എല്ലാവരും കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുകയാണ്. സുഹൃത്തുക്കളെ, ആ കൂട്ടത്തിൽ ഞാനും ഒന്ന് കൈയടിച്ചോട്ടെ. നമസ്കാരം സുഹൃത്തുക്കളെ. പാരച്ചൂട്ടിൽ വന്ന് വെള്ളത്തിൽ ചാടിയവരെ രക്ഷിക്കാനാണെന്ന് തോന്നുന്നു. ഒരു ബോട്ടിന്റെ അകത്ത് കുറെ ചേട്ടന്മാരും കൂടെ കടലിൽ കൂടെ ആഞ്ഞൊടിച്ച് വരുന്നുണ്ട്. മിക്കവാറും വെള്ളത്തിൽ പോയവന്മാരെ കണ്ടു കിട്ടുമെന്ന് സംശയമാണ് കേട്ടോ. എന്നാലും അവർ ആത്മാർത്ഥമായി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ വിവരങ്ങൾ ഉടനെ തരുന്നുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു. ഇതാ അവർ വരികയാണ്. ദ റെഡ് ആരോസ്, ദ ഫേമസ് റെഡ് ആരോസ്. ഞാൻ 3ാം ക്ലാസ്സിൽ വിവരങ്ങൾ ഉടനെ തരുന്നുകൊണ്ടിരിക്കുന്നതാണ്. താങ്ക് യു. ഇതാ അവർ വരികയാണ്. ദ റെഡ് ആരോസ്, ദ ഫേമസ് റെഡ് ആരോസ്. ഞാൻ 3ാം ക്ലാസ്സിൽ പഠിച്ചിരുന്നപ്പോൾ ഓർക്കുകയാണ്. മനോഹരമായ റെഡ് ആരോസാണ് നിങ്ങളുടെ മുന്നിലൂടെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാ അവർ വീണ്ടും വരികയാണ്. ഞാൻ പണ്ട് 3ാം ക്ലാസ്സിൽ പഠിച്ചിരുന്ന കാലത്ത് ആരോ വിട്ട് കളിച്ചിരുന്നത് ഓർത്തുപോയി സുഹൃത്തുക്കളെ. ഇത് അടിച്ച് കളിക്ക് മുന്നോട്ട് ആകാശത്തിലൂടെ ധീരെ മുന്നോട്ട് പോകുന്നവരെ കാണാം. മുന്നിൽ നിൽക്കുന്നത് അന്തപ്പനാണ്. തൊട്ടുപുറയിൽ കുഞ്ഞപ്പനുണ്ട്. അതിനുപുറയിൽ പത്രോസുണ്ട്, മത്തായിയുണ്ട്, ചാക്കോച്ചനുണ്ട്. ആരാണ് ജയിക്കുന്നത് ആർക്കും പറഞ്ഞുകൂടാ. മനോഹരമായ മത്സരമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. വീണ്ടും മനോഹരമായ ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളെ, കളർ പോകുന്ന കളറുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കളർ ബട്ടൺ ഖാലി ബ്യൂട്ടിഫുൾ സീൻ. വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടുകൊണ്ട് എനിക്ക് ചുറ്റുപിരിക്കുന്ന നിരവധി ആൾക്കാരിലേക്ക് ക്യാമറ ഞാൻ തിരിക്കുകയാണ്. എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി മനോഹരമായ ദൃശ്യം വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് നീലാകാശം കാണാം. സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും അന്തപ്പൻ തന്നെയാണ് ലീഡ് ചെയ്തത്. തൊട്ടുപുറയിൽ കുഞ്ഞപ്പനുണ്ട്. കുഞ്ഞപ്പന്റെ തൊട്ടുപുറയിൽ ചാക്കോച്ചനുണ്ട്, മറിയാമ്മയുണ്ട്. വനിതാ പൈലറ്റായ മറിയാമ്മ തൊട്ടുപുറകിലുണ്ട്. സുഹൃത്തുക്കളെ, വളരെ മനോഹരമായ ഒരു ദൃശ്യമാണ്. വളരെ 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 ആകാംക്ഷയോട് ജനങ്ങൾ കാത്തിരിക്കുകയാണ് ഈ മത്സരത്തിന്റെ റിസൾട്ട് അറിയാനായിട്ട്. സുഹൃത്തുക്കളെ, മത്സരത്തിന്റെ അവസാന ലാപ്പാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അവസാന ലാപ്പിൽ ഇപ്പോഴും ചാക്കോച്ചൻ തന്നെയാണ് മുമ്പിൽ. കുഞ്ഞപ്പൻ തൊട്ടുപുറകിലുണ്ട്. മറിയാമ്മ വനിതാ പൈലറ്റ് തൊട്ടടുത്ത് തന്നെയുണ്ട്. അവസാന ലാപ്പ് ഓടിക്കഴിഞ്ഞിരിക്കുകയാണ്. ആരാണ് വിജയി ആർക്ക് പറഞ്ഞുകൂടാ. ഉടനെ നമുക്ക് അറിയാൻ പറ്റും. നമുക്ക് അനൗൺസിനെ കാത്തിരിക്കാം.
അതെ അതെ അതെ, അറ്റമ്മ വിജിതായിട്ട് നമ്മുടെ മറിയാമ്മ വിജിതൊക്കെ ആയിട്ട് പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് തീർത്തും മറിയാമ്മ തന്നെയാണ് മുൻപിലെന്ന് യാതൊരു സംശയമില്ല. നിങ്ങൾക്ക് കാണാം മറിയാമ്മ മേഘപാളികൾക്കിടയിലൂടെ മറിയാമ്മയുടെ അഭ്യാസം തലകുത്തി മറിയുന്ന മറിയാമ്മയെ നമുക്ക് കാണാം. സുഹൃത്തുക്കളെ, നമ്മുടെ ആബിരത്താത്തയോട് നമുക്ക് ഇതിനെ കുറിച്ചൊരു അഭിപ്രായം ചോദിക്കാം. എന്റെ കുഞ്ഞു മോനെ എരിശോയും പരിപാടിയൊന്നും ഇല്ലെന്ന് കേട്ടാ. ഇപ്പോഴല്ലേ ഈ എരിശോക്കെ ഉണ്ടായത്. പണ്ട് ബിരിയാണിക്ക് ഉണ്ടായിരുന്ന കാലത്ത് നമുക്ക് ഇതുപോലെയൊന്നും കാണാൻ പറ്റത്തില്ലായിരുന്നു കേട്ടാ. എന്തൊരു പ്ലെയിനാ, കുന്തമിട്ട പോലെയല്ലേ പോണത്. കണ്ടോണ്ടിരിക്കാൻ വലിയ വിഷമാ മോനെ. എന്നാലും അതിനകത്ത് മറിയാമുണ്ടെന്ന് ഓർക്കുമ്പോ വലിയ സന്തോഷമാണ് കേട്ടാ. അല്ലേ ഇവന്മാര് പുലിയാണ് കേട്ടാ. തലകുത്തി പോണേ ഇവൻ പുലിയാണ് കേട്ടാ. യവന്മാർക്ക് വട്ടാണ്. അതേ ഞാൻ കടയാട്ട് പോണം. യവന്മാർക്ക് വട്ടാണ് കേട്ടാ. എല്ലാത്തിനും വട്ടാണെന്നാണോ. മനോഹരമായ ഈ പട്ടണത്തിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ഇന്നിവിടെ വർഷങ്ങളായി നടന്നു വരുന്ന ഒരു എയർ ഷോ കാണുവാനാണ് ഞാനും മക്കളും കൂടെ എത്തിയിരിക്കുന്നത്. കുട്ടികൾ ഈ ബീച്ച് സൈഡിൽ വളരെ സന്തോഷത്തോടുകൂടെ അവരുടെ സമയം ചെലവഴിക്കുകയാണ്. നിങ്ങൾക്ക് കാണാം എനിക്ക് ചുറ്റും ധാരാളം ആൾക്കാർ. അവരെല്ലാവരും ഇന്നത്തെ ദിവസം ഏറ്റവും സന്തോഷത്തോടുകൂടി ആനന്ദിക്കുകയാണ്. കഴിഞ്ഞ 23 വർഷമായി ഈ സൗത്ത് ഇന്ത്യയിൽ നടക്കുന്ന എയർ ഷോ കാണുവാൻ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ ഇവിടെ എത്തിച്ചേരാറുണ്ട്. മനോഹരമായ ഈ ബീച്ച് സൈഡിൽ പ്രത്യേകിച്ച് സമ്മർ കാലയളവിൽ ഏറ്റവും അധികം ജനങ്ങൾ എത്തിച്ചേരാറുണ്ട്. കുട്ടികൾക്കായി ധാരാളം വിനോദങ്ങൾ ഇവിടെ ഉണ്ട്. അങ്ങ് ദൂരെ കാണുന്നതാണ് സൗത്ത് ഇന്ത്യ അഡ്വഞ്ചർ ഐലൻഡ്. ഇവിടെ എല്ലാവിധ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാവിധ എൻജോയ്മെന്റ്സും ഉണ്ട്. തീർത്തും എന്തുകൊണ്ടും ഒരു സമ്മർ വെക്കേഷൻ ആഘോഷിക്കുവാൻ പറ്റിയ ഏറ്റവും നല്ലൊരു സ്ഥലമാണ് സൗത്ത് ഇന്ത്യൻ ഓൺ സീ. ഇപ്പോൾ നടന്ന ഈ പ്രകടനത്തെ കുറിച്ച് നമ്മുടെ മുഖ്യൻ എന്താണ് പറയേണ്ടതെന്ന് നമുക്ക് ശ്രമിക്കാം. ഇതുപോലെ പ്ലെയിനിന്റെ ബോളിൽ കയറി വട്ടുപരിപാടി കാണിക്കുന്നവരെ കേരളത്തിൽ കാണാൻ സാധിക്കുകയില്ല. കേരളത്തിലും ഇതുപോലെ ഒരു പരിപാടി നടത്തുന്നുണ്ട്. പക്ഷേ അതിൽ പങ്കെടുക്കുന്നത് അടുത്തിടെ പിടിയിലായ സോമിമാരാണ്. ഇതുപോലെ പറക്കുന്ന പ്ലെയിനിന്റെ ബോളിൽ കയറി നിൽക്കാൻ എനിക്കും ഒരു പേടിയുമില്ല. മുറ്റപ്പുറയിൽ വെച്ച് ഞാനും ഇതുപോലെ പ്ലെയിനിന്റെ ബോളിൽ കയറി നിന്നിട്ടുണ്ട്. പക്ഷേ ഒറിജിനൽ പ്ലെയിൻ അല്ല, പ്ലാസ്റ്റിക്കിന്റെ പ്ലെയിൻ ആയിരുന്നു. വീട്ടിൽ ആരും പെണ്ണുപിള്ള കുടിയൊന്നും ഇല്ലേ? ഇവൻ ചാകാൻ തന്നെ തീരുമാനിച്ചു. അവൻ പുലിയാണ് കേട്ടാ. അവന്റെ പോക്കറ്റിൽ നിന്ന് ഏതാണ്ട് താഴെ വീണിട്ട് അവൻ വെള്ളത്തിൽ പോയ അവന്റെ താക്കോല, അലമാരിയുടെ താക്കോല
കിട്ടിയെന്ന് നോക്കാം.